സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും ഒന്നാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു രാജ്യത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച. ഇത് വെറുമൊരു അളവ്, ക്വാണ്ടിറ്റേറ്റീവ് മാത്രമാണ്. അതായത് വരുമാനം കൂടുന്നുണ്ടോ എന്ന് മാത്രം നോക്കുന്നു. എന്നാൽ സാമ്പത്തിക വികസനമെന്നത് ഒരു ഗുണപരമായ മാറ്റമാണ്. വരുമാനത്തോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം കൂടി ഉയരുമ്പോഴാണ് വികസനമുണ്ടാകുന്നത്. ഇതളക്കാൻ നമ്മൾ രണ്ട് സൂചികകൾ ഉപയോഗിക്കുന്നു: PQLIയും HDIയും. PQLI 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്: ആയുർദൈർഘ്യം, ശിശുമരണനിരക്ക്, സാക്ഷരത എന്നിവയാണവ. ഐക്യരാഷ്ട്രസഭ UN വികസിപ്പിച്ചെടുത്തതാണ് മാനവ വികസന സൂചിക അഥവാ HDI. പ്രതിശീർഷ വരുമാനം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയാണ് HDIയുടെ മാനദണ്ഡങ്ങൾ. ഇന്ത്യയുടെ വികസനത്തിനായി നമ്മൾ പഞ്ചവത്സര പദ്ധതികളാണ് നടപ്പിലാക്കിയിരുന്നത്. 1950-ൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചാണ് ഇതിന് തുടക്കം കുറിച്ചത്. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്കായി 2015-ൽ നമ്മൾ ഇതിന് മാറ്റം വരുത്തി. പ്ലാനിംഗ് കമ്മീഷന് പകരം നിതി ആയോഗ് നിലവിൽ വന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. സംസ്ഥാനങ്ങൾക്ക് വികസന കാര്യങ്ങളിൽ കൂടുതൽ അധികാരം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ബോട്ടമപ്പ് രീതിയാണ് നിതി ആയോഗ് പിന്തുടരുന്നത്. അതായത് ഗ്രാമങ്ങളിൽ നിന്നുള്ള വികസനം ദേശീയതലത്തിലേക്ക് എത്തുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിൽ നിതി ആയോഗ് വലിയ പങ്ക് വഹിക്കുന്നു. കൃഷി, വ്യവസായം, സേവനം എന്നീ 3 മേഖലകളിലും തുല്യ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ വികസനം സാധ്യമാകൂ. വിദ്യാഭ്യാസം മെച്ചപ്പെടുമ്പോഴും ആരോഗ്യം സംരക്ഷിക്കപ്പെടുമ്പോഴും മാത്രമേ രാജ്യം പുരോഗമിക്കൂ. വെറും പണം മാത്രം പോരാ, നല്ല ജീവിത സാഹചര്യങ്ങളും വേണം. ഇതാണ് വളർച്ചയും വികസനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പരീക്ഷയ്ക്ക് PQLIയും HDIയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. നിതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണെന്ന കാര്യം മറക്കരുത്. ഈ കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ പരീക്ഷയിൽ ഫുൾ മാർക്ക് ഉറപ്പാണ്.